കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. ദൈവവിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്, നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട്. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനതാ ശ്രീരാഗത്ത് പുഞ്ചിരിച്ച് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനും അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്, നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്, കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ തൻ്റെ കണ്ണനെ കണ്ടതിന് ശേഷം ആ കണ്ണൻ്റെ രൂപം മനസ്സിലേക്ക് ആവാഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ആ ദർശന പുണ്യവുമായി അവർ അവരുടെ സ്വഗൃഹത്തിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുന്നു. എല്ലാ ദിവസവും വരുവാൻ പറ്റുന്നതല്ല ഭക്തന്മാർക്ക്. ആ ഇന്ന് കണ്ട ആ രൂപം അടുത്ത വരവ് വരെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. അവർ ദിവസേന രാവിലെ ആ രൂപവും കണ്ട് പ്രാർത്ഥിച്ചു തൊഴുന്നു. ആ സുന്ദര രൂപം നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ? പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ്ണ കിരീടം ചാർത്തി തിരുമുടിമാല വനമാല എന്നിവയെല്ലാം ചാർത്തി ആ സുന്ദരക്കുട്ടനായ ആ നമ്മുടെ സച്ചിദാനന്ദ കട്ടയെ എല്ലാവരും അവരുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക, അവിടെ കുടിയിരുത്തുക, അവിടെ പ്രതിഷ്ഠിക്കുക, ഒന്ന് കെട്ടിപ്പിടിച്ച് പുണർന്ന് ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ആ കണ്ണനെ വിളിച്ചോളൂ നിങ്ങൾ. നാരായണ 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 നാരായണ. ഒരു സങ്കോചവും കൂടാതെ സ്നേഹത്തോടുകൂടി കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണനെ അനുഗ്രഹിക്കും, അതുറപ്പാണ്. എല്ലാവരും ജപിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക. നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, സർവ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഈ മന്ത്രം ജപിച്ചാൽ ഉണ്ടാവുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഒരു അമൂല്യ നിധിയാണ് ഈ നാമത്രയ മന്ത്രം. കലികാലത്ത് നമുക്ക് ജപിക്കുവാൻ ഈ മന്ത്രം അത്യുത്തമമാണ്. എല്ലാവരും ജപിച്ചോളൂ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.